ഒരു തവണ ഹൈക്കോടതി തന്നെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് പരാമർശിക്കുകയും ചെയ്തു. പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും കിട്ടാത്ത ജാമ്യം ഈ വെറും ഡ്രൈവർ സുപ്രീം കോടതിയിൽ പോയി വാങ്ങിക്കുകയും ചെയ്തത് കേവലം യാദൃശ്ചികമാണെന്നും നമ്മൾ വിശ്വസിക്കണം. ഇത്രയും വിശ്വസിച്ചാൽ നമ്മളൊരു മികച്ച വിശ്വാസിയായി മാറും. തീ വന്നത് ഞാനും നിങ്ങളും കണ്ടു. അടുപ്പ് കത്തിച്ചവനും ചിത്രത്തിൽ നിന്ന് മാഞ്ഞുപോയി. മുൻ സീറ്റിലിരിക്കുന്ന സുനി മുഖം മറച്ചിരുന്ന തൂവാല മാറ്റി. ഗോവയിൽ വെച്ച് വണ്ടി ഓടിച്ച ആളെ ഓർമ്മയില്ലേ? ഇൻ്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. രക്ഷയില്ലാതെ മരണതുല്യമായ രാത്രിക്ക് ശേഷം. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ. ടോപ്പിക് ദിലീപ് തന്നെയാണ്. ദിലീപിനെ ചുറ്റിപ്പറ്റി, ദിലീപിൻ്റെ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങൾ, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങളിപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിയുടെ ഉള്ളടക്കം ഊമക്കത്തായി ലഭിച്ചു. കത്ത് ലഭിച്ചത് ഡിസംബർ 2 ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസാണ് ഇന്ന് രാവിലെ മുതൽ ന്യൂസ് ചാനൽസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എന്താണോ വിധി പകർപ്പിൽ, വിധി പകർപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്താണോ വിധി വന്നിട്ടുള്ളത്, അതായത് ആദ്യത്തെ 6 പ്രതികളെ ശിക്ഷിക്കും, കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 7ഉം 8ഉം മുതൽ പ്രതികൾ സ്വാഭാവികമായിട്ടും ദിലീപിനെ കുറ്റവിമുക്തനാക്കും എന്നുള്ള ഈ ഒരു വിധി എന്നുള്ള വിധി വരുന്നതിന് മുന്നേ തന്നെ ഡിസംബർ 2 ഒരു ഊമക്കത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഊമക്കത്ത് വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ട്. പക്ഷേ ഞാനിന്ന് സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ നോക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. 2-3 വിഭാഗം തോന്നുന്നു ഇതിനുള്ളത്. ഒന്ന് അവൾക്കൊപ്പം, അതായത് ട്രൂ അവൾക്കൊപ്പം, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഇരയ്ക്കൊപ്പം എന്നും അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് തുടക്കം മുതലേ അതിനുള്ള ആ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ആൾക്കാർ. 2ാമത് ദിലീപിൻ്റെ ഫാൻസ്. 3ാമത് അതായത് ഇരയ്ക്കൊപ്പം പക്ഷേ അവനെതിരല്ല എന്ന് പറയുന്ന ഒരു 3ാമത്തെ വിഭാഗമുണ്ട്. സോഷ്യൽ മീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പോസ്റ്റ് ഇവിടെ വായിക്കാം. നിങ്ങളിപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിവുള്ള ആൾക്കാരനായിരിക്കും ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ കാണുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പൾസർ സുനിനെ, പഴയ ഇതാണ് പൾസർ സുനിനെ പോലീസ് പിടിച്ചുകൊണ്ടുവന്ന് വളരെ സന്തോഷവാനായിട്ട് പോകുന്ന പൾസർ സുനി. എറണാകുളത്ത് സിനിമാ സെറ്റിൽ ടാക്സി ഓടിച്ചു നടക്കുന്ന ഒരുത്തന് കോടതിയിലിരിക്കുന്ന മെമ്മറി കാർഡ് എടുത്ത് പരിശോധിക്കാനുള്ള സ്വാധീനമുണ്ടെന്ന് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കണം. ഇതേ ഡ്രൈവർ ജയിലിൽ കിടക്കുമ്പോൾ ഇങ്ങേർക്ക് വേണ്ടി നിരന്തരം ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി വിവിധ അഭിഭാഷകർ മുഖേന ഹർജി സമർപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരു തവണ ഹൈക്കോടതി തന്നെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് പരാമർശിക്കുകയും ചെയ്തു. പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും കിട്ടാത്ത ജാമ്യം ഈ വെറും ഡ്രൈവർ സുപ്രീം കോടതിയിൽ പോയി വാങ്ങിക്കുകയും ചെയ്തത് കേവലം യാദൃശ്ചികമാണെന്നും നമ്മൾ വിശ്വസിക്കണം. ഇത്രയും വിശ്വസിച്ചാൽ നമ്മളൊരു മികച്ച വിശ്വാസിയായി മാറും. പിന്നീട് നമുക്ക് ആരെ വേണേലും ആരാധിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ് കേട്ടോ. അടുത്തത്, കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ വല്ലപ്പോഴും നക്കാപ്പിച്ച ദിവസക്കൂലിക്ക് വണ്ടി ഓടിച്ചു നടന്നവന് ഒരു സുപ്രഭാതത്തിൽ സിനിമയിലെ അതിപ്രശസ്തയായ സ്ത്രീയെ ആക്രമിക്കാനും അവളുടെ ശരീരഭാഗങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താനും വെളിപാടുണ്ടാവുകയായിരുന്നു. അതുവരെ 10,000 രൂപ ഒരുമിച്ച് കാണാത്തവൻ ആ ഒരൊറ്റ ആഗ്രഹത്തിന് വേണ്ടി സ്ത്രീയുടെ ഡ്രൈവർ അടക്കം 5-8 പേർക്ക് ലക്ഷങ്ങൾ പ്രതിഫലം നൽകിക്കൊണ്ട് കൂടെ നിർത്തുന്നു. 100 രൂപ തികച്ചും ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലാത്തവന് ഇന്ന് അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഫ്രീസായി കിടക്കുന്ന ലക്ഷങ്ങൾ വിട്ടുകിട്ടാൻ അമ്മയെക്കൊണ്ട് കോടതിയെ സമീപിക്കുന്നു. അവൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി കോടികൾ ആകാശത്ത് നിന്ന് ഒരു സുപ്രഭാതത്തിൽ പെയ്തിറങ്ങിയത് കണ്ടവരുണ്ട്. വാട്സപ്പ് ചാറ്റുകൾ, ഡിജിറ്റൽ രേഖകൾ, അങ്ങനെ എല്ലാം തനിയെ ആവിയായി മേളിലോട്ട് പോയി. എന്തിനാണ് ഇത് റിക്കവർ ചെയ്യാൻ കഴിയാത്ത വിധം ഡിലീറ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ താരരാജാവ് മൊഴിഞ്ഞത്രേ, വെറും ഒരു രസത്തിന്. പരസ്പരം അറിയില്ല, കണ്ടില്ല എന്ന് പറയുമ്പോഴും ഒരേ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഇരുവരും നൽകുന്ന ചിത്രങ്ങൾ വെറും മായക്കാഴ്ചയായി മാറി. തീ വന്നത് ഞാനും നിങ്ങളും കണ്ടു. അടുപ്പ് കത്തിച്ചവനും ചിത്രത്തിൽ നിന്ന് മാഞ്ഞുപോയി. ഏറെ കൊണ്ട കേസിന് കല്ലുകുറ്റക്കാരൻ, അതെറിഞ്ഞ കൈകൾ വിശുദ്ധരും. പണം, അധികാരം, സ്വാധീനശേഷി, ഇത് മൂന്നുമുള്ളവർക്ക് നേരെ രാജ്യത്തുള്ള നിയമത്തിനാൽ
ഒരു ചുക്കും ചെയ്യാനാകില്ലെന്ന് നീതിപീഠങ്ങൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിജയത്തെ തല കുനിച്ചുകൊണ്ട് നേരിടുന്നു. ഇതൊന്ന്. ഇങ്ങനത്തെ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണാം. ഞാൻ ഒരു പോസ്റ്റും കൂടി വായിക്കാനുണ്ട്. ഇത് വായിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഫസ്റ്റ് ഞാൻ പറഞ്ഞ കേസിലേക്ക് പോവാട്ടോ. ഇതൊരു പക്ഷേ നിങ്ങൾ ഒരുപക്ഷെ കേട്ട് മറന്നതായിരിക്കാം. ഞാൻ ഈ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഈ അന്നത്തെ ആ ഒരു വിഷയം കേട്ട സമയത്ത് എനിക്ക് ഒന്നും കൂടി അത് പറയണമെന്ന് തോന്നി. കാരണം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് ഓർമ്മപ്പെടുത്തണമെന്ന് തോന്നിപ്പോയി. ഇത് വായിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കൊച്ചി നഗരം യാതൊരു സംശയവുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ തിരക്കിനിടയിൽ നിഴലുകളിൽ കേരളം ഇന്നോളം കേട്ടിട്ടില്ലാത്ത ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ പ്ലാൻ പൂർത്തിയാവുകയായിരുന്നു. പാലാരിവട്ടത്തെ ലാൽ മീഡിയയുടെ കോണിൽ വെച്ച് ഒന്നാം പ്രതി പൾസർ സുനിയും നടിയുടെ ഡ്രൈവറും കേസിലെ രണ്ടാം പ്രതിയുമായ മാർട്ടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ആ രാത്രി അരങ്ങേറേണ്ട ഭീകരതയുടെ ഓരോ ഘട്ടവും നിർണ്ണയിക്കപ്പെട്ടു. ഒരു പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള ക്രൂരമായ കൊട്ടേഷൻ ആയാണ് അവിടെ ഉറപ്പിച്ചത്. ആക്രമണത്തിന് ഒരുക്കിയ കെണി ഒരു സാധാരണ വാഹനമായിരുന്നില്ല. കടുത്തുരുത്തി സ്വദേശിയിൽ നിന്നും ഷൂട്ടിങ്ങിനെന്ന പേരിൽ വാടകയ്ക്കെടുത്ത KL60A9338 എന്ന ഫോഴ്സ് ട്രാവലർ. അതൊരു കെണിയായിരുന്നു. ഇരയെ കാത്തിരിക്കുന്ന വേട്ടമൃഗത്തെ പോലെ സുനി അതിനെ മോഡിഫിക്കേഷനുകൾ വരുത്തി വീട്ടിൽ സൂക്ഷിച്ചു. ഗൂഢാലോചനയുടെ നാൾ വഴി സമയത്തിൻ്റെ കെണി ഗൂഢാലോചന ഓരോ ഘട്ടവും കൃത്യമായി സമയക്രമം പാലിച്ചാണ് നടന്നത്. വൈകിട്ട് 4:45 സുനി ലാൽ മീഡിയയിൽ നിന്നും യാത്ര ആരംഭിച്ചു. വേട്ടയാടാനുള്ള ആയുധങ്ങൾ ശേഖരിക്കുന്നത് പോലെ അയാൾ സംഘാംഗങ്ങളെ ഓരോരുത്തരെയായി കൂട്ടിച്ചേർത്തു. ആദ്യം ഇൻഫോ പാർക്കിൽ നിന്ന് 4-ാം പ്രതിയായ വിജീഷിനെ, വൈകിട്ട് 5:30 തമ്മനം കവലയിൽ നിന്ന് 3-ാം പ്രതി മണികണ്ഠനും ട്രാവലിൽ കയറി. പാലാരിവട്ടത്ത് വെച്ച് വാഹനത്തിന് ഇന്ധനം നിറച്ച ശേഷം 3-അംഗ സംഘം തൃശ്ശൂരിൽ നിന്നും വരുന്ന നടിയുടെ കാർ ലക്ഷ്യമാക്കി അങ്കമാലിയിലേക്ക് കുതിച്ചു. രാത്രി 7 മണി അങ്കമാലിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിന് മുന്നിലെത്തിയ ട്രാവലർ നഗര വെളിച്ചത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി ഇരയെ കാത്തി നിശബ്ദനായി പാർക്ക് ചെയ്തു. ചുവന്ന ലൈറ്റിൽ അപായ സിഗ്നൽ. നടിയെ തട്ടിയെടുക്കുന്നതിന് മാർട്ടിൻ ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ചു. നടി കാറിൽ ഒറ്റയ്ക്കാണോ എന്ന് സുനിക്ക് ഉറപ്പുവരുത്തേണ്ടിയിരുന്നു. നടി കാറിൽ കയറുമ്പോൾ സുനിയുമായുള്ള ഫോൺ സംഭാഷണം മാർട്ടിൻ കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്യുന്നത് നിശബ്ദത, ഇര ഒറ്റയ്ക്കാണ് എന്നതിൻ്റെ സ്ഥിരീകരണമായിരുന്നു. പിന്നീട് ആക്രമണത്തിന് കൃത്യമായ സമയം അറിയിക്കാൻ മറ്റൊരു രഹസ്യമാർഗ്ഗം ഉപയോഗിച്ചു. നടി ഫോണിൽ സംസാരിക്കാത്ത സമയം നോക്കി മാർട്ടിൻ കാറിൻ്റെ ബ്രേക്ക് ലൈറ്റ് 3 തവണ മിന്നിക്കണം. ചോരച്ചുവപ്പുള്ള വെളിച്ചം വരാനിരിക്കുന്ന അപകടത്തിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു ഹൈജാക്ക്. നഗരം കാഴ്ചക്കാരായപ്പോൾ എയർപോർട്ട് ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ കോട്ടായപ്പാലം കഴിഞ്ഞപ്പോൾ മാർട്ടിൻ കൃത്യമായി സിഗ്നൽ നൽകി. പിന്നാലെ വന്ന ട്രാവലർ ഞെട്ടിക്കുന്ന ശബ്ദത്തോടെ നടിയുടെ കാറിൻ്റെ വലതുവശം ഇടിച്ചു കയറ്റി. ഒരു അപകട നാടകം. മാർട്ടിൻ ഭയവിഹ്വലനായി പുറത്തിറങ്ങി. തർക്കിക്കുന്നതിനിടെ മണികണ്ഠനും വിജീഷും കാറിൻ്റെ ഡോർ തുറന്ന് അതിക്രമിച്ച് കയറി. ഒരു നിലവിളിക്ക് പോലും അവസരം നൽകാതെ അവളെ സീറ്റുകൾക്കിടയിൽ ഞെരുക്കി. ഓടുന്ന നഗരത്തിൻ്റെ കാഴ്ചകൾക്കിടയിൽ ഒരു കാർ ഒരു ചലിക്കുന്ന ജയിലായി മാറുകയായിരുന്നു. കളമശ്ശേരി. യാത്രക്കിടെ കളമശ്ശേരി എത്തിയപ്പോൾ വിജീഷ് പുറത്തിറങ്ങി. പകരം 6-ാം പ്രതി പ്രദീപ് കാറിൽ കയറി. വെണ്ണല. പാലാരിവട്ടം കഴിഞ്ഞ് വെണ്ണലയിലെ ഒരു ഗേറ്റുള്ള വീട്ടുമുറ്റത്ത് കാർ നിന്നു. അവിടെ വെച്ചാണ് സുനി കാറിനുള്ളിലേക്ക് കയറിയത്. ട്രാവലറിന് സ്റ്റാർട്ടിംഗ് പ്രശ്നം വന്നതിനെ തുടർന്ന് സുനി തന്നെ ഡ്രൈവിംഗ് ഏറ്റെടുത്തു. ഓടുന്ന കാറിലെ ഭീകര ദൃശ്യം തുടർന്ന് സീപോർട്ട് എയർപോർട്ട് റോഡിലെ വിജയനതയിലേക്ക് കാർ പാഞ്ഞു. മുൻ സീറ്റിലിരിക്കുന്ന സുനി മുഖം മറച്ചിരുന്ന തൂവാല മാറ്റി. ഗോവയിൽ വെച്ച് വണ്ടി ഓടിച്ച ആളെ ഓർമ്മയില്ലേ? ചോദ്യം ഒരു അശനിപാതം പോലെയായിരുന്നു. സുനി കൂടുതൽ വെളിപ്പെടുത്തി. ഇതൊരു കൊട്ടേഷനാണ്. തനിക്കിത് നൽകിയത് ഒരു സ്ത്രീയാണെന്നും അവർക്ക് വേണ്ടത് നടിയുടെ ദൃശ്യങ്ങളാണെന്നും അയാൾ അറിയിച്ചു. രാത്രി 10:30 മുതൽ 10:55 വരെ നീണ്ട ആ 25 മിനിറ്റുകൾ ഓടുന്ന കാറിനുള്ളിൽ അവൾ ക്രൂരമായി ലൈംഗിക അതിക്രമത്തിന് ഇരയായി. ഈ ഭീകര ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. പുറത്തു പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. രക്ഷയില്ലാതെ മരണതുല്യമായ രാത്രിക്ക് ശേഷം പ്രതികൾ കാർ ലാൽ മീഡിയയുടെ വീടിന് സമീപം മാർട്ടിനെ ഏൽപ്പിച്ചു. ഇരുളിലേക്ക് മറഞ്ഞു. കാറിൽ നിന്നിറങ്ങി ഭയന്നു വിറച്ച നിലവിളിച്ചുകൊണ്ട് വെളിച്ചത്തിലേക്ക് ഓടുന്ന നടിയുടെ ദൃശ്യത്തോടെ ആ രാത്രിയിലെ അധ്യായം അവസാനിച്ചു. നഗരത്തിന് താങ്ങാനാവാത്ത ഒരു ഞെട്ടലിലായിരുന്നു ആ സംഭവം. എന്നിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വണ്ടിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ആ ഒരു കുറിപ്പ്
ഇനി നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കേസിലേക്ക് വരാം. വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് സുഹൃത്തായ ഷേർലിയെ കൊണ്ട് വിധി തയ്യാറാക്കിച്ചു. ദിലീപിൻ്റെ സുഹൃത്തും പ്രതിയും ബിസിനസ്സുകാരനുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചു. കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കാൻ എടുപ്പമെന്ന് പറയുന്ന കത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേണായി. ഇതാണ് ഈ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു ന്യൂസ്. ഇനി ഇതിൻ്റെ ന്യൂസ് റിപ്പോർട്ടർ ആസ് യൂഷ്വൽ റിപ്പോർട്ടറിൽ നിന്നാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധി ചോർന്നതായി പരാതി. വിധിയുടെ ഉള്ളടക്കം ഊമക്കത്തായി ലഭിച്ചെന്ന് കാട്ടി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി പരാതി നൽകി. ജഡ്ജി ഹണിയം വർഗീസ് സുഹൃത്തായ ഷേർലിയെ കൊണ്ട് വിധി തയ്യാറാക്കിയെന്നും ദിലീപിന്റെ സുഹൃത്തും പ്രതിയുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചെന്നുമാണ് കത്തിന്റെ ഉള്ളടക്കം. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുമെന്ന സന്ദേശം ഉൾപ്പെടുന്ന ഊമക്കത്ത് ലഭിച്ചത് ഡിസംബർ 2-ാം തീയതിയാണ്. പക്ഷേ 8-ാം തീയതിയാണ് ഇത് അഭിഭാഷക അസോസിയേഷന്റെ പ്രതിനിധിയായ ഷേണായി ഇത് പരാതിയായിട്ട് കൊടുക്കുന്നതും ഇത് ഷേണായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുന്നതും. ശ്യാം ദേവരാജും റോഷി പാലുമുണ്ട്. ശ്യാം ദേവരാജ്, ഗുരുതരമായ ആക്ഷേപമാണുള്ളത്. ആ ഊമക്കത്തിന് പക്ഷേ അതോറിറ്റി ഇല്ല. പക്ഷേ ആ കത്ത് കിട്ടിയപ്പോൾ ആ ഊമക്കത്ത് ഹൈക്കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് ഉത്തരവാദിത്വപ്പെട്ട സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഷേണായി. എന്താണ് പരാതിയിൽ പറയുന്നത് ശ്യാം ദേവരാജ്? വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ ഇതൊരു ഇൻഡിവിജ്വൽ അല്ല, ഇതൊരു കൊടുത്തിരിക്കുന്നത് അത്രയും ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ആരോപണങ്ങളാണ്. 2-ാം തീയതി കിട്ടിയതാണെന്നാണ് പറയുന്നത്. അത് ശരിയാണെങ്കിൽ 8-ാം തീയതിയിലത്തെ വിധിയുടെ വിവരങ്ങൾ 2-ാം തീയതി ചോർന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഡോക്ടർ അരുൺകുമാർ, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിധിന്യായം, അതിന്റെ കുറ്റക്കാരാണോ അല്ലയോ, ഈ 10 പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന വിധിന്യായം പുറപ്പെടുവിച്ചത് കഴിഞ്ഞ 8-ാം തീയതിയാണ്, കഴിഞ്ഞ ദിവസമാണ്, മെനഞ്ഞാന്നാണ്. ആ വിധിന്യായത്തിന്റെ വിവരങ്ങൾ ഉള്ളടക്കം കഴിഞ്ഞ ഡിസംബർ 2-ന് തന്നെ കേരള ഹൈക്കോടതിയുടെ അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റായ യശ്വന്ത് ഷേണായിക്ക് ലഭിച്ചു എന്നതാണ്. ഒരു ഊമക്കത്തിലൂടെ ലഭിച്ചു എന്നതാണ് യശ്വന്ത് ഷേണായി നൽകുന്ന ചീഫ് ജസ്റ്റിസ് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ വിധിയുടെ ഉള്ളടക്കമാണ് ഈ രീതിയിൽ ഊമക്കത്തായി ലഭിക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിലാണ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണോയി അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഊമക്കത്ത് ലഭിച്ചു എന്ന് യശ്വന്ത് ഷേണോയി പറയുന്നത്. ആ ഊമക്കത്ത് കൂടി ഉൾപ്പെടുത്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ ഊമക്കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് സുഹൃത്തായ ഷേർലിയെ കൊണ്ട് ഈ കേസിന്റെ വിധിന്യായം തയ്യാറാക്കി. ദിലീപിന്റെ സുഹൃത്തും പ്രതിയുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചു. ഇത്തരമൊരു ആക്ഷേപം വിജിലൻസ് രജിസ്ട്രാറോ മറ്റേതെങ്കിലും ഒരു ഏജൻസിയോ അന്വേഷിക്കണം, അതിനാവശ്യമായ നിർദ്ദേശം നൽകണമെന്നതാണ് യശ്വന്ത് ഷേണോയി ഉന്നയിക്കുന്ന ആവശ്യം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. ഈ ഊമക്കത്തിന്റെ ഉള്ളടക്കം ഉൾപ്പെടെയാണ് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയ കത്തിന്റെ ഉള്ളടക്കമായി അല്ലെങ്കിൽ അനുബന്ധമായി ചേർത്തിരിക്കുന്നത്. ഓക്കെ, റോഷിപാൽ കൂടി ചേരുന്നുണ്ട്. റോഷിപാൽ, ഈ കത്തിന്റെ ആധികാരികത നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അത് ഊമക്കത്ത് തന്നെയാണ്. ഇപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന് വെച്ചാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ കത്ത് കിട്ടിയ അഭിഭാഷകൻ അത് ചീഫ് ജസ്റ്റിസിന് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഉള്ളടക്കം. ആ കത്തിൽ പറയുന്ന കാര്യങ്ങളോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. അത് ശരിയാണോ എന്ന് നമുക്ക് അറിയുകയില്ല. ആ കത്തിനെ നമ്മൾ എൻഡോഴ്സ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കത്ത് നമ്മൾ ഒരിക്കലും അതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല. അത് ആധികാരികമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നില്ല ഒരിക്കലും. പക്ഷേ അത് അന്വേഷിക്കണം. ഡെഫിനറ്റ്ലി വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്, അന്വേഷിക്കണം. നമ്മൾ അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതിൽ ന്യൂസ് കണ്ട സമയത്ത് ജസ്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത് മാത്രം. ലഭിക്കും. അതൊരു പരാതിയായിട്ടാണ് ഷേണായി ഹൈക്കോടതിയിലേക്ക് ചീഫ് ജസ്റ്റിസിന് ഇത് കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. 2-ാം തീയതി കത്ത് കിട്ടി എന്നുള്ളതാണ് ഈ അഭിഭാഷക കമ്മീഷന്റെ അഭിഭാഷക അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ഷേണായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഗൗരവമുള്ള വിഷയമാണ്. റോഷി? അരുൺകുമാർ, അതീവ ഗൗരവമുള്ള ഒരു ഊമക്കത്താണ്. കാരണം ഊമക്കത്ത് ലഭിക്കുന്നത് 2-ാം തീയതിയാണ്. ഡിസംബർ 2-ന് ആ കത്ത് ലഭിക്കുമ്പോൾ വിധി വന്നിരിക്കുന്നത് 8-ാം തീയതി 11 മണിക്ക് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. അപ്പോൾ 8-ന് വിധി വരുന്നതിന് മുമ്പ് വിധിയിലെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഈ കത്തെഴുതിയ ആൾക്ക് 2-ാം തീയതിക്ക് മുമ്പ് ലഭിച്ചത് എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവിടെയാണ് ആ കത്ത് ഊമക്കത്താണെങ്കിൽ പോലും ആ കത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നതും. അതുകൊണ്ട് സ്വാഭാവികമായും ഒരു പ്രധാനപ്പെട്ട അഭിഭാഷക സംഘടനയുടെ നേതാവ് ഇത്തരമൊരു പരാതി ഈ കത്ത് സഹിതം അത് ഹൈക്കോടതിക്ക് സമർപ്പിക്കുമ്പോൾ ആ കാര്യത്തിൽ ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. പ്രത്യേകിച്ച് ഈ നടി ആക്രമിക്കപ്പെട്ട കേസ്, ആ കേസിന്റെ വിധിപ്രസ്താവം അടക്കം വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ 2-ാം തീയതി വിധി വരുന്നതിന് 6 ദിവസം മുമ്പ് തന്നെ വിധിയിലെ വിശദാംശങ്ങൾ ഒരു കത്തായി അത് പ്രധാനപ്പെട്ട ഒരു അഭിഭാഷക സംഘടനയുടെ നേതാവിന്റെ കൈവശത്തേക്ക് അത് റൂമക്കത്തായി എത്തുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് സ്വാഭാവികമായും അതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത. ഏതായാലും ഒരു ഭാഗത്ത് അതിജീവിത നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം കടുപ്പിക്കാൻ തീരുമാനിച്ചു നിൽക്കുകയാണ് സർക്കാരും. അതിജീവിതയ്ക്ക് വേണ്ടി ഈ 4 പ്രതികൾ, വെറുതെ വിട്ട 4 പ്രതികളെ കൂടി ശിക്ഷ ഉറപ്പുവരുത്തുന്നുള്ള അപ്പീൽ നടപടികളെ കുറിച്ച് തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യമാണ്. ആ ഘട്ടത്തിലാണ് ഈ അഭിഭാഷകൻ, അതും അഭിഭാഷക സംഘടനയുടെ നേതാവ് ഹൈക്കോടതിക്ക് നൽകിയ കത്ത് ചർച്ചയാകുന്നത്. ഏതായാലും
8 വർഷമായിട്ട് ഇത്ര അധികം അനുഭവിച്ചിട്ടും, അതായത് 8 വർഷങ്ങൾക്ക് മുന്നേ അവരുടെ ജീവിതം എന്തായിരുന്നു അല്ലേ? കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് ഇത്ര അധികം അനുഭവിച്ചിട്ടും ഒന്ന് മുഖം കാണിക്കാനോ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനോ സാധിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി കഴിയുന്ന ഒരു സ്ത്രീയാണ്. അത് നമ്മളുടെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിലും എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? അത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ടെന്ന്, അല്ലെങ്കിൽ നമ്മളിൽ പല ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് വെറുതെ # അവൾക്കൊപ്പം എന്ന് മാത്രം പറയാതെ മനസ്സുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീക്ക്, ആ ഒരു പെൺകുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, അധിക്ഷേപങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആ നിമിഷം ജസ്റ്റ് ഇതൊന്ന് ചിന്തിക്കുക. നമ്മുടെ ആർക്കെങ്കിലും ആണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നതെങ്കിൽ എന്തായിരിക്കും? എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.